ദൈവത്തിൻ്റെ മകൻ, അല്ലെങ്കിൽ രാക്ഷസ രാജാവ്, കുറേ സിനിമകൾ, ദാദാസാഹിബ്, എല്ലാത്തിലും കലാഭവൻ മണിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ വിനയൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ മണിയില്ലാത്ത ഒരു സിനിമ ഊമപ്പെണ്ണ് തന്നെയായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ കല്യാണ സൗഗന്ധികം മുതലും മറ്റേ ഉല്ലാസ പൂങ്കാറ്റായിക്കോട്ടെ, ആകാശഗംഗ ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, പ്രണയനിലാവ് ആയിക്കോട്ടെ, എല്ലാ സിനിമയിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കലാഭവൻ മണിയുണ്ട്. അദ്ദേഹം നായകനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോലും വിനയൻ്റെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അദ്ദേഹത്തിന് ഒരു നഷ്ടം സംഭവിച്ചു. ഒരു ഗുരുവിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പകരം അപ്പുറത്ത് കുബേരൻ കയ്യടി കൊണ്ടുപോയി, ജെമിനി എന്ന് പറഞ്ഞ സിനിമയും കയ്യടി കൊണ്ടുപോയി. ജെമിനി എന്ന് പറഞ്ഞ സിനിമ 2002 ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയമാണ് ഇറങ്ങുന്നത്. അത് ആ ഒരൊറ്റ സിനിമ മാത്രം മതി. കാരണം കലാഭവൻ മണി അവിടെ നിന്ന് അങ്ങോട്ട് തമിഴും തെലുങ്കും കന്നഡയും മാറി മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൂണ്ടുവിളയാട് തന്നെയായിരുന്നു. കാരണം അന്നൊക്കെ പലപ്പോഴും പല മാഗസീൻസിലൊക്കെ കേട്ടിട്ടുണ്ട്, അന്ന് പല തെലുങ്കിലൊക്കെ നായകന്മാർക്ക് തുല്യമായിട്ടുള്ള ആ ഒരു പോസ്റ്ററിൽ കലാഭവൻ മണിയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൂടിയാണ് കലാഭവൻ മണീൻ്റെ അതിൽ പ്ലേസ് ചെയ്യാറുള്ളത് പോസ്റ്ററിലൊക്കെ. അത് രജനീകാന്ത് വരെ അന്ന് യന്ത്രൻ സിനിമയിലും, അതിന് മുമ്പ് അന്യൻ സിനിമയിലുണ്ട്, ശിവാജിയിൽ എനിക്ക് ഓർമ്മയില്ല, ശിവാജിയിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും യന്ത്രൻ സിനിമയിൽ കലാഭവൻ മണിക്ക് വേണ്ടി വരെ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയം, അത് ആ റോള് കലാഭവൻ മണി തന്നെ ചെയ്യണം എന്ന രീതി തന്നെയാണ് അന്ന് അത് ഇവർക്കൊക്കെ നിർബന്ധമായിരുന്നത്. സംവിധായകൻ ശങ്കറിൻ്റെ നിർബന്ധമായിരുന്നത്. എന്തായാലും